എൻ്റെ പേര് ജമീല എന്നാണ്. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നത്. ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാസ്റ്റിലൊരു വലിയൊരു എന്താ പറയുക, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു ഞാൻ. അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് എൻ്റെ കുറേ സർജറി കഴിഞ്ഞു, യൂട്രസ് റിമൂവ് ചെയ്തു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അപ്പം അതിന് വർഷങ്ങൾക്ക് ശേഷം കീമോ, റേഡിയേഷൻ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ശേഷം സൈഡ് എഫക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, പിന്നെ കുറേ മെഡിസിൻസ്, ലാസ്റ്റ് മെഡിസിൻസ് നിർത്തി ഹോമിയോയിലേക്കായി. ഹോമിയോ നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഞാൻ കുറേ നാൾ ഹോമിയോ കഴിച്ചു, പിന്നെ കുഴപ്പമില്ലാതൊക്കെ നിർത്തി. വീണ്ടും നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും കൂടുതലായി. വീണ്ടും ഹോമിയോയിലേക്ക് പോയി, വീണ്ടും എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഡോക്ടർ ഇല്യാസ് ഡോക്ടറിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞത്, അക്യുപഞ്ചറിനെ കുറിച്ചിട്ട്. ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ നിർത്താൻ പറഞ്ഞു. പെട്ടെന്ന് മെഡിസിൻ നിർത്താൻ എനിക്ക് പേടിയായിരുന്നു. എന്നാലും ഞാൻ ഡോക്ടർ പറഞ്ഞ എൻ്റെ വാക്കുകൾ വിശ്വസിച്ചു ഒറ്റയടിക്ക് മെഡിസിൻസ് നിർത്തി. ഒരു 3-4 മന്ത്സ് പിടിച്ചു എനിക്ക്. പെട്ടെന്ന് കുറച്ച് കൂടുതലൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു 3-4 മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു കുറവ് തോന്നി. ഒരു ചെറിയൊരു കുറവ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഒന്നിനും മെഡിസിൻ എടുക്കണില്ല. പനി വന്നാലും ചുമ ഒന്നും എല്ലാം ഡോക്ടറെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഡോക്ടർ ആൻസിയുടെ ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു ഇതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ശരിക്കും അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിക്കാതെ നമ്മൾ നമ്മുടെ വിഷമങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കും. അപ്പോൾ നമ്മൾ വെറുതെ ടൈം പോയി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ കുറേ വെറുതെ അനാവശ്യ ചിന്തകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ആ ടൈമിലാണ് ഞാൻ ഈ സെൽഫ് ലവ് ശരിക്കും എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത്. നല്ല നല്ല ചേഞ്ച്, എൻ്റെ ഫേസിൽ തന്നെ അതൊരു ചേഞ്ച് വന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ ഞാൻ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഡൗൺ ആയി. പക്ഷെ നമ്മളെങ്ങനെയാണല്ലോ, നമ്മൾ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഈ സെൽഫ് ലവിൻ്റെ കുറേ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ, കാരണം ഡോക്ടറുടെ സ്മൈലിംഗ് ഫേസ് എനിക്ക് ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ ഉടനെ ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്യും. ഇപ്പം വീണ്ടും ഞാൻ ആ പഴയ ഇതുപോലെ എനർജറ്റിക് ആയിട്ട് വരുന്നു. അപ്പം അക്യുപഞ്ചറിൽ പലർക്കും പല തെറ്റായ ധാരണകളുണ്ട്. പക്ഷെ ഞാൻ അതിനൊരു ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അക്യുപഞ്ചറിൻ്റെ എഫക്ട്സ് അത്രയും എനിക്ക് ഭയങ്കര ഇതാണ്. ഇപ്പം എൻ്റെ കണ്ണിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, പക്ഷെ അത് അതിൽ മാറുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം അത് കാരണം എനിക്ക് അക്യുപഞ്ചറിൽ ഭയങ്കര വിശ്വാസം. അതോടൊപ്പം തന്നെ നമ്മുടെ സെൽഫ് ലവ് അതും എല്ലാവരും എന്താ പറയുക, അതെന്തായാലും നമ്മളത് ചെയ്തേ പറ്റൂ. അത് ചെയ്ത് ഒരു പ്രാവശ്യമില്ല ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടുവരാം. താങ്ക് യു.